അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം ഹംദ തൻ്റെ പ്രിയപ്പെട്ട അജ്മലിനെ കുറിച്ച് വിചാരിച്ചു. റബ്ബേ, എൻ്റെ അജ്മൽ, അദ്ദേഹം എവിടെയായിരിക്കും? എന്നാലും ബീവിയുടെ ആ കഥ കേട്ടപ്പോൾ ഞാനൊക്കെ എത്രയോ ഭാഗ്യവതിയാണെന്ന് തോന്നിപ്പോവുകയാണല്ലോ. എന്നാൽ അന്ന് ഹംദയുടെ പിന്നാലെ തന്നെ നടക്കുകയായിരുന്നു അവിടെയുള്ള രാജകുമാരി മാഷിത. അതെ, ഹംദ എവിടെങ്കിലും ഇരിക്കുമ്പോൾ യാ ഹംദാൻ കൈഫലക് എന്നുള്ള വിശേഷണങ്ങളുമായി അതാ അവളുടെ അരികിലേക്ക് വരികയാണ്. എങ്ങനെയെങ്കിലും ഹംദാനെ വശീകരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവൾ പതുക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതാ തൻ്റെ മുന്നിൽ അവൾ പ്രത്യക്ഷപ്പെടുന്നു. ഹംദാൻ, എന്താണ് അങ്ങ് എന്നെ കാണുമ്പോൾ ഒളിച്ചു മാറുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങയിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. എത്രയോ ആളുകൾ എന്നെ കാണുവാൻ വന്നു, പക്ഷേ എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അങ്ങയെ മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്ന് കേൾക്കുവാൻ നിങ്ങൾ എനിക്കല്പം സമയം തരുമോ? അങ്ങനെ അതാ മാഷിത്ത ഹംദയുടെ പിന്നാലെ കൂടുകയാണ്. എന്നാൽ ശരിക്കും ഹംദ ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, ആൺവേഷമാണ് ഞാൻ ധരിച്ചത്. ഒരുപക്ഷെ ഞാനൊരു പെണ്ണാണെന്ന് തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും അവർ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും റബ്ബേ? എന്നാൽ മാഷിത്തെ വിടുന്നുണ്ടായിരുന്നില്ല. ഹംദാൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ്. ഹംദാൻ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിത സഖിയാക്കാമോ എന്നെ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുകയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം അവൾ ഒഴിഞ്ഞു മാറുകയും ചെയ്യുകയാണ്. നേരെ അതാ ഷാമിലിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. ഷാമിൽ, ഞാൻ എന്ത് ചെയ്യും? എനിക്കിപ്പോൾ ഇവിടെയുള്ള ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ അവൾ എൻ്റെ അരികിലേക്ക് വരികയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്ത്രീവർഗമാണ്, ശരിയാണ്, ഞാനും ഒരു പെണ്ണ് തന്നെ. പക്ഷേ ചില സമയങ്ങൾ, ചില നിമിഷങ്ങൾ അതെ, അവർ എന്ത് കള്ളത്തരവും പറയുവാനും കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ചതികളുടെ കഥ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമാകുന്നു ഷാമിൽ. എനിക്ക് എന്തെങ്കിലുമൊക്കെ, ഒരു പക്ഷേ നമ്മളതിന് കൂട്ടുനിന്നില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ കളവുകൾ മെനഞ്ഞുണ്ടാക്കാനും അതൊരു കാരണമാകുമല്ലോ. അസൂറ ബീവിയെ പോലെ. അതെ, സമ്മതിച്ചില്ല എങ്കിൽ, അവരുടെ ഇഷ്ടത്തിൽ നിന്നില്ല എങ്കിൽ നമ്മളുടെ മേൽ അവർ വലിയൊരു ചതി അവർ ചേർക്കും, അതുറപ്പാണ്. ഹംദ, നീ ഭയക്കേണ്ട. ഒരിക്കൽ പോലും ബീവി അനുഭവിച്ച ഒരു കാൽ ഭാഗം പോലും നമ്മളൊന്നും അനുഭവിച്ചില്ലല്ലോ. അൽഹംദുലില്ലാ, പഠിച്ച റബ്ബിനെ സ്തുതിക്കാം. ഹംദ, നീ വിഷമിക്കേണ്ട മോളെ, അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ. ഷാമിൽ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താ ഇനി ചെയ്യുക? എനിക്ക് ആ റൂമിലേക്കൊന്ന് പ്രവേശിക്കുവാനോ അവിടെ ക്ലീൻ ചെയ്യുവാനോ ഒന്നിനും കഴിയുന്നില്ല. അപ്പോഴേക്കും മാഷിത്ത തൻ്റെ മുമ്പിലേക്ക് വരികയാണ്. ഒരു പക്ഷേ അവളുടെ ഇഷ്ടത്തിന് ഞാൻ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാക്കും. അതെ, അതുറപ്പാണ്. കരഞ്ഞുകൊണ്ടായിരുന്നു അവൾ അത് പറഞ്ഞത്. ഷാമിൽ, അസൂറ ബീവിയുടെ ആ ഒരു ചരിത്രത്തിൻ്റെ ആ ഒരു ബാക്കി ഭാഗം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എനിക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ടല്ല, എൻ്റെ മനസ്സിനത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല. എത്ര പരീക്ഷണമാണല്ലേ ബീവിയുടെ ജീവിതത്തിലുണ്ടാകുന്നത്. ഹംദ, നീ വിഷമിക്കല്ലേ. ബീവിയുടെ കഥ നീ മുഴുവനൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്രമാത്രം ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കും. അത്രക്കും ത്യാഗം സഹിച്ച ആ ബീവിയുടെ കഥ എന്താ ബാക്കി പറയണ്ടേ? തീർച്ചയായും കേൾക്കണം. അതെ, ത്യാഗസമ്പൂർണമായ ആ കഥയിലെ ആ ഭാഗങ്ങൾ ഉൾക്കൊണ്ടിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മളൊരു തെറ്റിലേക്കും പോവില്ല, അല്ലേ ഷാമിൽ? അതെ ഹംദ, തീർച്ചയായും അങ്ങനെയുള്ള അനുഭവ ജീവിത ചരിത്രങ്ങൾ നമ്മൾ വായിക്കണം, നമ്മൾ കേൾക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൽ കൂടുതൽ ഭയമുണ്ടാവുകയുള്ളൂ. അതെ, ഒരു സ്ത്രീ എത്രമാത്രം ത്യാഗം സഹിക്കുന്നു എന്നതിനുള്ള വലിയൊരു ഉദാഹരണം തന്നെയാണ് അവർ. പറയൂ ഷാമിൽ, പറയൂ, എനിക്കത് കൂടി കേൾക്കണം. ആ പൊന്നുമോനെ കൊന്നതൊരിക്കലും ഞാനല്ല. കാരണം 3-4 മാസമായി ആ കുഞ്ഞിനെ ഞാനായിരുന്നു വളർത്തിയതും
പോറ്റി നോക്കിയതും എല്ലാം ഞാനായിരുന്നു. എൻ്റെ മടി കിടന്നാണ് പൊന്നുമോൻ വളർന്നത്. എനിക്കെങ്ങനെ അതിന് കഴിയുമോ? എന്നാൽ പക്ഷേ പ്രഭുവിൻ്റെ ഭാര്യയെ വിശ്വസിപ്പിക്കാൻ അസൂറ ബീവിക്ക് കഴിഞ്ഞില്ല. കാരണം മരിച്ചു കിടക്കുന്നത് സ്വന്തം മകനാണ്. ആ ഒരു തിരിച്ചറിവ് ആ സ്ത്രീയെ സങ്കടവും ദേഷ്യവും വർദ്ധിപ്പിച്ചു. ആ സ്ത്രീ അസൂറ ബീവിയെ ആഞ്ഞടിച്ചു. ആ ഈ രംഗം കണ്ടു നിന്ന നാട്ടുകാരും വീട്ടുകാരും അവരോടൊപ്പം കൂടി അസൂറ ബീവിയെ പൊതിരെ തല്ലി. അതെ, ആ നാട്ടുകാർ മുഴുവനും ആ ബീവിയെ തല്ലുക എന്ന് വെച്ചാൽ റബ്ബേ, ഒരു മനസ്സരിവും കാണിക്കാതെ എല്ലാവരും കൂടി 4 ഭാഗത്തും വളഞ്ഞു നിന്ന് അസൂറ ബീവിയെ തല്ലിച്ചതക്കുകയാണ് ഹംദ. അതെ, അസൂറ ബീവിയെ തല്ലിച്ചതക്കുകയാണ് നാട്ടുകാരെല്ലാവരും കൂടി. അസൂറ ബീവി പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ടായിരുന്നു, ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണ്. പക്ഷേ ആര് കേൾക്കാൻ? ആരും കേട്ടില്ല. പ്രഭുവിൻ്റെ ഭാര്യയും ബന്ധുക്കളും കൂടി അസൂറ ബീവിയെ മർദ്ദിച്ച് അവശയാക്കി. ചോര വാർന്നരിച്ച് ഒരു ഭാഗത്തേക്ക് തളർന്നു വീണു. പെട്ടെന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, പ്രഭു വരുന്നുണ്ട്. എല്ലാവരും ഉറപ്പിച്ചു, അസൂറയെ പ്രഭു ഇന്ന് കൊല്ലും. ഉറപ്പാണ്, ഇന്ന് 2 മയ്യത്ത് ഈ വീട്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. ഒന്ന് കുഞ്ഞിൻ്റേതും മറ്റൊന്ന് അസൂറയുടേതും. മകൻ്റെ മരണവാർത്ത കേട്ട് കണ്ണീരൊലിപ്പിച്ച് മകൻ്റെ മയ്യത്ത് കാണാൻ വരുന്ന പ്രഭു കാണുന്നത് ശരീരത്തിൽ നിന്ന് തൻ്റെ മകൻ്റെ ഉടൽ വേർപെട്ട് കിടന്ന് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മയ്യത്താണ്. തൊട്ടടുത്ത് തല്ലുകൊണ്ട് രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന അസൂറ. തൻ്റെ മയ്യത്തിന് മുമ്പിൽ കണ്ണുനീർ വാർത്ത് തളർന്നിരിക്കുന്ന പ്രഭുവിൻ്റെ മുമ്പിലേക്ക് ചോര പുരണ്ട കത്തിയുമായി വേലക്കാരൻ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രഭു, കുഞ്ഞിനെ കൊന്ന കത്തിയാണിത്, ഇവളാണ് കുഞ്ഞിനെ കൊന്നത്. പ്രഭു ആ കത്തി ഒന്ന് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. കത്തിയിൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ചോര പുരണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനായി. ദേഷ്യവും സങ്കടവും അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞു. അയാൾ ആ അസൂറയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ കത്തി കൊണ്ട് തന്നെ കുത്തിക്കൊല്ലുമെന്ന് ഭയപ്പെട്ട അസൂറ കിടന്ന കിടപ്പിൽ മെല്ലെ എഴുന്നേറ്റു. വേച്ച് നടന്നു. പ്രഭുവിൻ്റെ കാൽ ചുവട്ടിൽ വീണു. അയാളുടെ കാൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല പ്രഭു, ഞാൻ കൊന്നിട്ടില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ഞാനാണ് കൊന്നതെന്നാണ്. മാസങ്ങളായി എൻ്റെ മടിയിൽ കിടന്നാണ് അവൻ വളർന്നത്. ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പ്രഭു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എനിക്കാവില്ല. പ്രഭു അവരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അസൂറ ബീവിയുടെ കണ്ണുകളിൽ നിരപരാധിത്വം തെളിയുന്നത് കണ്ട പ്രഭു അസൂറ ബീവിയോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, നിനക്ക് എൻ്റെ മകനെ കൊല്ലാനാവില്ല. അതിനുള്ള മനക്കരുത്ത് നിനക്കില്ല. പക്ഷേ നീ ഒരു കാര്യം അറിയണം. കുറച്ച് ദിവസങ്ങളായി എന്നെയും നിന്നെയും സംബന്ധിച്ച് ഇവിടെ ചീഞ്ഞു നാറുന്ന ഒരു അവിഹിത ബന്ധത്തിൻ്റെ കഥ പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദിവസങ്ങളായി ആരാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. അതെ, എന്നെയും നിന്നെയും കുറിച്ച് അത്രക്കും മോശമായ രീതിയിലുള്ള കഥകളാണ് ഇവിടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. പലരും ചോദിച്ചു വന്നിട്ടുണ്ട്, നിൻ്റെ വീട്ടിലെ പെണ്ണും നീയും തമ്മിലുള്ള ബന്ധമെന്താ? ആരാണത്? നീ എന്ത് കരുതിയിട്ടാണ് അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? പക്ഷേ ഞാൻ മറുപടി കൊടുക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിലും എന്തിനു മറുപടി കൊടുക്കണം? പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തോടെ എൻ്റെ കുടുംബജീവിതം തകർന്നുപോയി. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനിയും എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താതെ ഞങ്ങളെ വിട്ട് ഒന്ന് പോയി തരുമോ? എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ നിനക്ക്? പ്രഭു കരഞ്ഞുകൊണ്ടായിരുന്നു അത് അസൂറ ബീവിയോട് പറഞ്ഞത്. അസൂറ ബീവി പറഞ്ഞു, ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അധികപ്പറ്റായി ഞാനുണ്ടാവില്ല. എനിക്ക് അള്ളാഹു കാണിച്ചു തന്ന വഴിയുണ്ട്. ഒരു മനുഷ്യൻ്റെ ഭാവി എങ്ങനെയാണെന്ന് വേണ്ടതെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാനുണ്ടാവില്ല. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ കുഞ്ഞിൻ്റെ പിതാവായ അങ്ങ് മാത്രമാണ് എന്നെ വിശ്വസിച്ച് നിങ്ങൾ എന്നെ കുറ്റക്കാരിയാക്കിയില്ലല്ലോ. എനിക്കത് മതി. അസൂറ ബീവി അകത്തേക്ക് പോയി പർദ്ദ ധരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് നിന്ന് തുണി നീക്കി നെറ്റിയിൽ ചുംബനങ്ങൾ അർപ്പിക്കുന്നു.
നെറ്റിയിൽ ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ഇല്ല മോനെ, ഈ പാവം പെണ്ണ് നിന്നെ കൊന്നിട്ടില്ല. എനിക്കതിന് കഴിയില്ല പൊന്നു മോനെ. നിന്നെ നുള്ളി നോവിക്കാൻ പോലും എനിക്കാവില്ല മോനെ. അതും പറഞ്ഞ് അസൂറ ബീവി നിറകണ്ണുകളോടെ അവിടെ നിന്നും യാത്ര തിരിക്കാൻ നേരം പ്രഭു പറഞ്ഞു, ഒന്ന് നിൽക്കൂ. ഒരു നിമിഷം അസൂറ ബീവി തിരിഞ്ഞു നോക്കി. കുറച്ച് പണം അസൂറക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇത് സ്വീകരിച്ചോളൂ. അസൂറ പറഞ്ഞു, വേണ്ട, എനിക്ക് പണം വേണ്ട. എനിക്കെൻ്റെ അള്ളാഹു കൂടെയുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം എൻ്റെ പൊന്നുമോൻ കിടക്കുന്ന ആ രംഗം കണ്ടിട്ടാണ്. എനിക്കൊന്നും വേണ്ട. പ്രഭു സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു, ഈ പണം നിന്റെ യാത്രയിൽ ഉപകരിക്കും. വാങ്ങിക്കാൻ സമ്മതിക്കാതായപ്പോൾ പ്രഭു പറഞ്ഞു, പ്രിയപ്പെട്ടെൻ്റെ സഹോദരി ഒരു സഹോദരൻ തരുന്നത് പോലെ കരുതി ഇത് സ്വീകരിക്കണം. പ്രഭുവിൻ്റെ ആ നല്ല മനസ്സറിഞ്ഞ് 2 കൈയും നീട്ടി കണ്ണുനീരോടെ അത് സ്വീകരിച്ചു. ശേഷം ആരോടും ഒന്നും പറയാതെ അള്ളാഹുവിൽ മാത്രം കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി നടന്നു. പക്ഷേ പോകുന്ന വഴിയിൽ അസൂറ ബീവിയെയും കാത്ത് വലിയൊരു അപകടം പതിയിരിക്കുന്നത് അസൂറ ബീവി അറിഞ്ഞിരുന്നില്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അസൂറ നടക്കുകയാണ്. നടന്ന് ചെറിയൊരു ടൗണിലെത്തി. അവിടെ കണ്ട കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി കയ്യിലുണ്ടായിരുന്ന പെട്ടിയിൽ സൂക്ഷിച്ചു. വീണ്ടും നടക്കുകയാണ്. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ എവിടെ നിന്നോ ഒരു ദയനീയമായ കരച്ചിൽ കേൾക്കുകയാണ്. കരച്ചിൽ ശബ്ദം കൂടിക്കൂടി വന്നപ്പോൾ അസൂറ ബീവി കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. ആ യാത്രയിലുടനീളം ആ കുഞ്ഞിനെ കുറിച്ചായിരുന്നു അസൂറ ബീവി ചിന്തിച്ചത്. റബ്ബേ, ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ കുഞ്ഞെ, റഹ്മാനെ, ആരായിരിക്കും അതിനെ അത്രക്കും ക്രൂരത ചെയ്തത്? അങ്ങനെ ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ബീവി നടക്കുകയാണ്. റബ്ബേ, ആരായിരിക്കും ആ കരയുന്നത്? എവിടെ നിന്നായിരിക്കും ആ കരയുന്നത്? ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നു. അതിൽ ഒരു മനുഷ്യനെ നിലത്ത് മലർത്തിക്കിടത്തി അവനെ മറ്റുള്ളവർ ആക്രമിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അസൂറ ബീവി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ ആക്രമിക്കുന്നത്? ആ സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ പറഞ്ഞു, ഇവൻ 300 ദിനാർ കടം വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ചോദിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ട് ഇവനെ ഞങ്ങൾ തല്ലിക്കൊല്ലും. അസൂറ ബീവി പറഞ്ഞു, നിങ്ങൾ അവനെ വെറുതെ വിട്ടേക്കോ, ആ 300 ദിനാർ ഞാൻ തരാം. അസൂറ ബീവി കച്ചവടക്കാരനായ പ്രഭു നൽകിയ ദീനാറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി ബാക്കിയുള്ള 300 ദിനാർ അവർക്ക് കൊടുത്തു. ആ മർദ്ദിതനെ മോചിപ്പിച്ചു. അൽഹംദുലില്ലാ. നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്ത സന്തോഷത്തിൽ അസൂറ ബീവി നടക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ കടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആൾ പിന്നിൽ നിന്നും അസൂറ ബീവിയെ വിളിക്കുവാൻ തുടങ്ങി. ഏയ് ബീവി, ബീവി, ഏയ് ഒന്നിവിടെ നിൽക്കുവോ? അസൂറ ബീവി തിരിഞ്ഞു നോക്കി. അതെ, അയാൾ എന്നെ വിളിക്കുകയാണ്. എന്ത് വേണം? ഇനിയും ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ? അസൂറ ബീവിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഇല്ല, എന്നെ ആരും ഉപദ്രവിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ വിളിച്ചത്? ഇനി ആർക്കെങ്കിലും നീ കടം കൊടുക്കാനുണ്ടോ? അസൂറ ബീവി രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞു, ഇല്ല, ആർക്കുമില്ല. ഇനി ആർക്കും കടം കൊടുക്കാനുമില്ല. എന്നെ ആ കടക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ വകയിൽ ഞാൻ നിന്നോട് നന്ദി പറയാൻ വന്നതാണ്. അസൂറ ബീവി പറഞ്ഞു, നന്ദി എന്നോടല്ല, അള്ളാഹുവിനോടാണ് പറയേണ്ടത്. ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. ഇത് പറഞ്ഞു അസൂറ ബീവി വീണ്ടും നടക്കുവാൻ തുടങ്ങിയപ്പോൾ അയാൾ വീണ്ടും അസൂറ ബീവിയോട് പറഞ്ഞു, ഏയ് ബീവി, ബീവി, ഒന്നവിടെ നിൽക്കുമോ? എന്താ? ഞാനും നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു. ബീവി പറഞ്ഞു, അത് പറ്റില്ല. എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി. ഒരിക്കൽ പോലും നീ എൻ്റെ കൂടെ വരണ്ട. പക്ഷേ അസൂറ ബീവിയെ വിടാതെ അയാൾ പിന്തുടരുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ അസൂറ ബീവി നടത്തത്തിന് വേഗത കൂട്ടി. അപ്പോൾ അവരും നടത്തത്തിന് വേഗത കൂട്ടി. ഇവൻ എന്നെ വിടുന്ന ലക്ഷണമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അസൂറ ബീവി ഓടാൻ തുടങ്ങി. അപ്പോൾ അയാളും ഓടാൻ തുടങ്ങി. അള്ളാഹുവേ, എന്തൊരു പരീക്ഷണമാണ് അല്ലാ ഇത്! ഞാൻ അയാളെ രക്ഷിച്ചത്
വലിയ വിനയായോ അല്ലാ. എന്തൊക്കെ തന്നെയാലും അസൂറ ബീവി ഓടി ഓടി ഒരു കടലോരത്ത് കൂടിയാണ് രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് കടലിൽ ഒരു പായക്കപ്പൽ നിർത്തിയിട്ട് അതിലെ കപ്പിത്താൻ കടലോരത്ത് വിശ്രമിക്കുന്നത് കണ്ടത്. അതെ, അദ്ദേഹം അവിടെ കിടക്കുകയാണ്. കപ്പിത്താൻ നോക്കുമ്പോൾ അതീവ സുന്ദരിയായ ഒരു യുവതിയെ ഒരു യുവാവ് ഓടിച്ചിട്ട് പിടിക്കുവാൻ ശ്രമിക്കുന്നു. കപ്പിത്താനെ കണ്ടപ്പോൾ ബീവി ഓടി വന്നു. വളരെ ദയനീയമായി പറഞ്ഞു, സഹോദരാ, സഹോദരാ, എന്നെ അയാളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കപ്പിത്താൻ അസൂറ ബീവിയെയും പിന്നാലെ കൂടിയ ചെറുപ്പക്കാരനെയും രണ്ട് ഭാഗത്തേക്കും മാറ്റി നിർത്തിക്കൊണ്ട് കപ്പിത്താൻ അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവളുടെ പിന്നാലെ കൂടി ഇവളെ ബുദ്ധിമുട്ടിക്കുന്നത്? അവൾ എൻ്റെ ആരാണ്? അയാൾ പറഞ്ഞു, ഇവൾ എൻ്റെ അടിമ സ്ത്രീയാണ്. ഒരു നിമിഷം അസൂറ ബീവി ഞെട്ടിത്തെറിച്ചു. യാ അല്ലാ, ഇവരുടെ കയ്യിലെ പെട്ടി കണ്ടോ നിങ്ങൾ? അവൾ എന്നിൽ നിന്നും ഒളിച്ചോടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവളുടെ പിന്നാലെ കൂടുന്നത്. അതെ, എൻ്റെ അടിമപ്പെണ്ണാണ് അവൾ. എന്നിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ ഞാൻ അവളെ പിടിക്കുകയാണ്. അപ്പോൾ ബീവി പറഞ്ഞു, സഹോദര, അവൻ പറയുന്നത് നുണയാണ്. അവൻ്റെ വാക്കുകൾ വിശ്വസിക്കരുത്. ഞാൻ അവൻ്റെ അടിമ സ്ത്രീയല്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. പക്ഷേ ബീവിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന കപ്പിത്താൻ ബീവി പറയുന്നത് കേട്ടില്ല. മാത്രവുമല്ല, അയാളോട് ചോദിച്ചു, ഈ അടിമ സ്ത്രീയെ എനിക്ക് വിൽക്കുമോ? അയാൾ പറഞ്ഞു, 300 ദിനാർ തരുമെങ്കിൽ ഞാൻ അടിമയെ നിങ്ങൾക്ക് വിൽക്കാം. അങ്ങനെ അയാൾ 300 ദിനാർ കൊടുത്തു. അസൂറ ബീവിയെ കപ്പിത്താൻ വാങ്ങിച്ചു. അയാളെ പറഞ്ഞു വിട്ട ശേഷം ബീവിയോട് കപ്പിത്താൻ പറഞ്ഞു, എടി പെണ്ണേ, നീ ഇപ്പോൾ എൻ്റെ അടിമ സ്ത്രീയാണ്. അസൂറ ബീവി പൊട്ടിക്കരഞ്ഞു. അല്ല, ഞാൻ ആരുടെയും അടിമ സ്ത്രീയല്ല. അയാൾ എൻ്റെ യജമാനനുമല്ല. ഞാൻ 300 ദിനാർ കൊടുത്ത് കടക്കാരിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തിയതാണ്. പക്ഷേ അയാൾ നേരെ തിരിച്ചാണ് ചെയ്തത്, എന്നോട് ചതി. എന്തൊക്കെ പറഞ്ഞിട്ടും കപ്പിത്താൻ അതൊന്നും സ്വീകരിച്ചില്ല. പിടിച്ചു വലിച്ച് കപ്പലിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലേക്ക് തള്ളിയിട്ടു. നീ അവിടെ കിടക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി. അവിടെ ഇരുന്ന അസൂറ ബീവി കരഞ്ഞു. ഒരുപാട് റബ്ബേ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ പരീക്ഷണങ്ങൾ? തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അതാ ബീവി കരയുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പെട്ടിയുടെ മുകളിൽ തലവെച്ച് അവിടെ കിടന്ന ബീവി തളർന്നുറങ്ങിപ്പോയി. അല്പസമയത്തിന് ശേഷം കപ്പിത്താൻ വന്ന് അസൂറ ബീവിയുടെ തൊട്ടരികിൽ ചെന്നിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ അസൂറ ബീവി കാണുന്നത് തന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന കപ്പിത്താനെയാണ്. അസൂറ ബീവി പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഈ ഹറാമിന് കൂട്ടുനിൽക്കുന്നത് ചിന്തിക്കുവാൻ പോലും എനിക്കാവില്ല. ഇത് കേട്ടപ്പോൾ കപ്പിത്താൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഉടനെ കപ്പിത്താൻ അസൂറ ബീവിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ ബീവി ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. കപ്പിത്താൻ്റെ ഹറാമായ ആഗ്രഹം സാധിച്ചു കൊടുക്കാതായപ്പോൾ കപ്പിത്താൻ ബീവിയെ ശക്തമായി അടിക്കുകയായിരുന്നു. ആ അടിയുടെ ശക്തി കൊണ്ട് അതാ നമ്മുടെ പ്രിയപ്പെട്ട ബീവി മറിഞ്ഞു വീഴുകയാണ്. ആ വീഴ്ചയിൽ കിടന്നുകൊണ്ട് ബീവി ദുആ ചെയ്തു, അല്ലാഹുവേ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ശിക്ഷിക്കല്ലല്ലാ. ഒരു തെറ്റും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. ഒരു പക്ഷേ തെറ്റ് ചെയ്യുവാൻ ഞാൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. പക്ഷേ ഞാൻ അതിനെ കൂട്ടുനിൽക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ എന്നെ ആക്രമിക്കുന്നത്. അല്ലാഹുവേ, നീ കാണുന്നില്ലേ അല്ലാ? ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഉടൻ തന്നെ അല്ലാഹു മഹദിയുടെ ദുആ സ്വീകരിക്കുന്നു. ബീവിയുടെ കരളലിപ്പിക്കുന്ന പ്രാർത്ഥന തീരുന്നതിനു മുമ്പേ അതാ അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒന്ന് വരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഒരു നിമിഷം ഹംദ ചോദിക്കുകയാണ് ഷാമിലിനോട്, അല്ലാ, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ബീവി
ശരിക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടില്ല അല്ലേ? പ്രാർത്ഥിച്ചപ്പോൾ കണ്ടില്ലേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരം കിട്ടുന്നത്? എന്തായാലും രക്ഷപ്പെടുമോ ഷാമിൽ? ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ ഹംദ, നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട ചരിത്രമാണിത്. ഇൻഷാ അല്ലാ. എന്തായിരിക്കും ബീവിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ അത് ഏത് രീതിയിലായിരിക്കും? നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.